أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അവൻ അല്ലാഹു ആദമിന് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവൻ ആ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നവയെ മലക്കുകളുടെ മുമ്പിൽ വെച്ചുകാട്ടി. എന്നിട്ടവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്തെന്ന് എന്നോട് പറയുക. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, നീ പരിശുദ്ധനാണ്, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരറിവുമില്ല. നിശ്ചയമായും സർവജ്ഞനും യുക്തിജ്ഞനും നീ തന്നെയാകുന്നു. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, ആദം, നീ അവയുടെ നാമങ്ങൾ അവർക്ക് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുക. അപ്രകാരം അദ്ദേഹം അവയുടെ നാമങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും ഞാൻ അറിയുന്നുവെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. നിങ്ങൾ ആദമിന് വഴിപ്പെടുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. അപ്പോൾ അവർ വഴിപ്പെട്ടു, പക്ഷേ ഇബ്ലീസ് വഴിപ്പെട്ടില്ല. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അവൻ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. നാം പറഞ്ഞു, ആദമേ, നീയും നിന്റെ പത്നിയും ഈ തോട്ടത്തിൽ വസിക്കുകയും അവിടെ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്തുനിന്ന് സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്. സമീപിച്ചാൽ നിങ്ങൾ അധർമ്മികളായി ഭവിക്കും. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. പിന്നീട് പിശാചതു വൃക്ഷം മുഖേന അവരെ രണ്ടുപേരെയും വ്യതിചലിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരെയും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ പിശാച് പുറന്തള്ളി. നാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുക, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്. ഗ്രഹിച്ചുകൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്കൊരു നിശ്ചിത കാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم.
പിന്നെ ആദം തന്റെ നാഥനിൽ നിന്നും ചില പ്രാർത്ഥനാ വചനങ്ങൾ പഠിച്ചു. അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ അല്ലാഹു അദ്ദേഹത്തിന്റെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു. തീർച്ചയായും അവൻ സർവദാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാലുവുമാകുന്നു. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്നിറങ്ങിപ്പോകൂ. ഓർക്കുക, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ എന്നിൽ നിന്നുള്ള മാർഗദർശനം വരികയാണെങ്കിൽ അപ്പോൾ ആർ എൻ്റെ മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർക്ക് ഭാവിയെപ്പറ്റി യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല. അവർ കഴിഞ്ഞതിനെപ്പറ്റി വ്യസനിക്കുന്നതുമല്ല. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. എന്നാൽ നിഷേധിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യുന്നവർ നരകാവകാശികളാകുന്നു. അവരവിടെ ചിരകാലം വസിക്കുന്നവരായിരിക്കും.